ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന പേരിൽ ഭീകര വിരുദ്ധ സദസ്സുകൾ കേരളത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1947 പാകിസ്ഥാൻ വിഭജനത്തിനോടൊപ്പം നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1962 ഇന്തോ ചൈന യുദ്ധത്തിൽ ചൈനയ്ക്കൊപ്പം നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2001 നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിനു തുല്യമായ എല്ലാ ജനപ്രതിനിധികളുടെയും ഇരിപ്പിടമായിട്ടുള്ള പാർലമെന്റ് സമുച്ചയം തകർക്കാൻ തീരുമാനമെടുത്ത് വന്ന കൊടും ഭീകരൻ അഫ്സൽ ഗുരുവിനെ നീതിന്യായ കോടതി തൂക്കിക്കൊന്നപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ ചെറുപ്പക്കാരെ ഭീകരതയിലേക്ക് നയിച്ച മദനിയെ ശംഖുമുഖം കടപ്പുറത്ത് ബിഗ് സല്യൂട്ട് കൊടുത്ത് സ്വീകരിച്ച പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്ത് ആരൊക്കെ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണമെന്നും തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് പൗരത്വ നിയമം മുന്നോട്ട് വെച്ചപ്പോൾ ആ പൗരത്വ നിയമത്തെ എതിർത്ത മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ കാലമായി രാജ്യം ആഗ്രഹിച്ച ഒരു രാജ്യത്ത് 2 ഭരണകൂടം പാടില്ലെന്ന കാശ്മീരിലെ 370 വകുപ്പിനെ എടുത്തു കളയണമെന്ന് തീരുമാനിച്ച തീരുമാനത്തിനെതിരെ നിലകൊണ്ട മാർക്സിസ്റ്റ് പാർട്ടി പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ ഭീകരവാദികളുടെ കൊടും ക്രൂരത കണ്ടതിനു ശേഷം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ വേദനയിലാണ് പഹൽഗാം ആക്രമണമുണ്ടായത് എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MA ബേബിയെ കണ്ട കേരളവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും എന്ത് യോഗ്യതയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ ഭീകര വിരുദ്ധ സദസ്സ് നടത്താൻ, ഈ മാനവികതയുടെ പേരിൽ നടത്താൻ ഉള്ളതെന്ന് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കണം എന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. പഹൽഗാമിൽ വീരമൃത്യു വരിച്ച ആദിലിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് നേതൃത്വം കൊടുത്തത്. മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ കർണാടകയിൽ, ഗുജറാത്തിൽ, ബംഗാളിൽ, വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കും ആ കുടുംബത്തോടൊപ്പം നേതൃത്വം കൊടുക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം മരണമടഞ്ഞ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രൻ്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ളത് ഭീകരതയെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതും ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കണം. പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതെ പോയത് മുഖ്യമന്ത്രിക്ക് വീട് സന്ദർശിക്കാൻ താല്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ്. അവസാനം ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം കണ്ടതാണ്. കാശ്മീര്, കർണാടക, ഗുജറാത്ത്, ഒറീസ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും പഹൽഗാമിൽ വീരമൃത്യു വരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഈ നിമിഷം വരെ തുടരുന്നത്.